കർത്താവിൻ്റെ ക്രൂശ് മരണം, ദ ക്രൂസിഫിക്ഷൻ ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പാപയാഗമായിട്ട് തീരുമെന്ന് യെശയ്യാ 53 വ്യക്തമായിട്ടും എഴുതിയിട്ടുണ്ട്. യെശയ്യാ 53 വായിക്കാതെ കർത്താവിൻ്റെ ക്രൂസിഫിക്ഷനെ കുറിച്ച് പറയാനൊക്കത്തില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ചെന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. ഒരു യാഗം, പാനീയ യാഗം, അതായത് തൻ്റെ പ്രാണനെ മരണത്തിനൊഴുക്കിക്കളയും. അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യാൽ തന്നെ ദൈവം നമ്മുടെ പാപങ്ങളെ വഹിക്കാൻ തൻ്റെ പുത്രനെ അയക്കുമെന്നും അവൻ മൂലം നമ്മുടെ രോഗം, പാപം, ശാപം, മരണം എല്ലാം നീക്കിക്കളയുമെന്ന് യെശയ്യാ 53 വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് വേണ്ടി യാഗമായിട്ട്, ഏകയാഗമായിട്ട് പുത്രൻ തമ്പുരാൻ കടന്നു വരികയാണ്. ഈ ഒരു സത്യത്തിൻ്റെ മറവിൽ, അതായത് അതിൻ്റെ ആ ഒരു മർമ്മമാണ് നമ്മുടെ തലയിൽ എപ്പോഴും ഇരിക്കേണ്ടത്. ഇത് നിയോഗിച്ചയച്ച ഒരു വ്യക്തിയാണ്. ജീവിതത്തിൽ നമുക്ക് ഭാരങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ, എങ്ങോട്ട് പോകണമെന്നറിയാതെ നമ്മൾ വിഷമിക്കുമ്പോൾ, നമ്മുടെ മുമ്പിൽ കർത്താവ് ഒരു അത്താണിയായിട്ട് വന്ന് നിൽക്കുന്നത് ക്രൂശ് മരണം ഏറ്റതുകൊണ്ടാണ്. അവൻ്റെ ക്രൂശ് മരണത്തിൻ്റെ ആഴം, കർത്താവിൻ്റെ പീഡാനുഭവം, അതിദാരുണമായ പീഡാനുഭവം കണ്ടാൽ അത് സത്യം പറഞ്ഞാൽ വേദപുസ്തകത്തിൽ ഈ ഗോസ്പൽ വായിക്കുമ്പോഴേ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൽ യേശു സഹിച്ച വേദനയെക്കുറിച്ച് ഒത്തിരി ഡീറ്റെയിൽഡായിട്ട് ഡെപ്പിക്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചു, 4 ഗോസ്പലുകളിലും കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ ആഴമേറിയതായിട്ടുള്ള അവൻ്റെ ഡീപ്പ് ബൂൺസിനെ കുറിച്ചോ അവൻ്റെ രക്തത്തിൻ്റെ ആ രക്തം അവന് ഒഴുകുന്നതിനെക്കുറിച്ചോ ഒന്നും ഡീപ്പായിട്ട് പറയുന്നില്ല. പക്ഷേ മെൽ ഗിബ്സൺ ചിത്രീകരിച്ചിട്ടുള്ള ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ്, ആ പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ടിട്ടുള്ളവർക്കറിയാം എത്ര വേദനയോടുകൂടിയാണ് യേശു ക്രിസ്തു 39 അടി തൻ്റെ ദേഹത്ത് വാങ്ങിച്ചെടുക്കുന്നത്, തൻ്റെ തലയിൽ ആ മുൾമുടി കയറ്റി വെക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഇനി മുറി കൊള്ളാൻ സ്ഥലമില്ല, അതുപോലെ ദൈവത്തെ അവനെ നഗ്നനാക്കി നമ്മുടെ നഗ്നതയുടെ ലജ്ജ അവൻ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി ക്രൂശിൽ കയറുന്നത് ഓർക്കാൻ പോലും പാടാണ്. നമുക്ക് മനസ്സിലാക്കാൻ, സത്യം പറഞ്ഞാൽ നമുക്കത് നമ്മുടെ ജഡീക ശക്തിക്ക് അത് മനസ്സിലാക്കാൻ പാടാണ്. പക്ഷെ ആത്മാവുള്ളപ്പോൾ ഇത്രമാത്രം വേദനയോടുകൂടെ സഹിക്കുമ്പോഴും യേശു നമ്മളെക്കുറിച്ച് ഉപദ്രവിക്കുന്നവരെക്കുറിച്ച് ഒന്നും പറയാതെ നമുക്ക് വേണ്ടി ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. നമ്മൾ ആ കാലത്തുണ്ടായിരുന്നു എങ്കിൽ യേശുവിൻ്റെ ഏത് സൈഡിൽ നിന്നേനെ, വിപരീതമായിട്ടോ യേശുവിന് അനുകൂലമായിട്ടോ നിൽക്കുന്ന വ്യക്തികളായി മാറും, അറിഞ്ഞുകൂടാ. പക്ഷെ നമുക്കൊന്നറിയാം, ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തതിനാൽ അവൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ വന്ന് നമ്മൾ രക്ഷ പ്രാപിച്ച മക്കളായിട്ട് നിൽക്കുമ്പോൾ അവൻ്റെ ക്രൂശ് മരണം നമുക്ക് ഏറ്റവും വിലപ്പെട്ടതായിട്ട് ഉള്ള ഒരു ജീവിതത്തിൽ ഒരു ഭാഗമായിട്ട് മാറുകയാണ്. ജീവിതത്തിൽ നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുക്കാൻ ഈ ലോകത്തിൽ ആരുമില്ല. എന്നാൽ ജീവിതം കഷ്ടമാണ്. കാരണം ദൈവം നിയോഗിച്ച പോലെ അല്ല ഭൂമി ഇപ്പം പോകുന്നത്. ദൈവം നല്ലതായിട്ടെല്ലാം ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ചിട്ട് മനുഷ്യനെ തൻ്റെ ഛായയിലും സ്വരൂപത്തിനും സൃഷ്ടിച്ച വ്യക്തിക്ക് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടും ദൈവത്തിന് വിപരീതമായിട്ട് ഹവ്വ തീരുമാനമെടുത്തു, ആദമും അതേ ഫോളോ ചെയ്തു. അങ്ങനെ തീരുമാനമെടുത്തതോടുകൂടി അവരുടെ ആത്മാവ്, അതായത് ദൈവം ആത്മാവാകുന്നു, ദൈവത്തിനെ സ്തുതിക്കേണ്ടിയവർ സത്യത്തിലും ആത്മാവിനും സ്തുതിക്കണം എന്ന് പറയുന്ന വാക്യം യോഹന്നാൻ്റെ 2 പറയുന്നുണ്ട്. ഈ ആത്മാവാകുന്ന ദൈവം എന്നിൽ നിന്നും മാറുകയല്ല, ആദത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്. പിന്നെ ഉണ്ടാകുന്ന എല്ലാം പാപത്തിനടിമയായിട്ടുള്ള മക്കളാണ്. അതങ്ങോട്ട് ദൈവത്തിൽ നിന്ന് അകന്നിട്ട് മനുഷ്യൻ മ്ലേച്ഛത ചെയ്യുന്നതിന് അതിരില്ല. ദൈവജനതയെ ഉപദ്രവിക്കുക എന്നുള്ളത് മാത്രമാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ലോകത്തിൽ കഷ്ടവും ഭാരവും നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യ ഭാഗം റൂട്ട് എവിടെയാണെന്ന് നോക്കണം. നമ്മളെല്ലാം നല്ലതായിട്ട് ഏൽപ്പിച്ച് ദൈവം പോയിട്ട് നമ്മളതിനെ പിശാചിന് വിറ്റുകൊടുത്തതിന് ഇനി ദൈവത്തിന് കുറ്റം പറയണം. അല്ലെങ്കിൽ ചില അപ്പയമ്മമാർ എല്ലാം ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കും, അവർക്കിനി ചെയ്യാനൊന്നുമില്ല. അങ്ങനെ പലരും എന്നെ വിളിച്ച് പറയാറുണ്ട്. അത് കഴിയുമ്പം അവർക്ക് അപ്പനും അമ്മയും വേണ്ട, സുഖം മതി. ഈ നോക്കി എല്ലാം ചെയ്തു കൊടുത്ത് അപ്പനെ വേണ്ട, പിന്നെ അവരൊരു ജീവിതം കാണുന്ന അടുത്ത തലമുറ കണ്ടു വളരുന്ന എന്തുവാ, ഈ അപ്പനും അമ്മയെ നോക്കാത്ത ഒരു
അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിപരീതമായിട്ട് നമ്മളിൽ ആത്മാവില്ലാത്ത വ്യക്തികളാണ് യേശുവിനെ കാണുന്നതെങ്കിൽ ഒരു പ്രയോജനമില്ല. എന്നാൽ എൻ്റെ ഉള്ളിൽ അന്തരാത്മാവ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ടാണ് ക്രൂസിഫിക്ഷൻ കാണുന്നത് എങ്കിൽ നമുക്കിന്നതുകൊണ്ട് വലിയ പ്രയോജനമുണ്ടാകും. യേശു ക്രൂശിന്മേൽ കയറുന്നതിന് മുൻപ് ഇത് എൻ്റെ ശിഷ്യന്മാരോട് പെസഹായുടെ സമയത്ത് പറയുന്നു, ഞാൻ കഷ്ടം അനുഭവിക്കേണ്ടിയവനാകുന്നു. അവർക്ക് മനസ്സിലായില്ല. നമ്മുടെ അകൃത്യം നിമിത്തമാണ് അവൻ കഷ്ടത അനുഭവിച്ചെന്ന് ഇന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. വല്ലവരുടെയാന്ന് പറയാൻ എളുപ്പമാണ് എടുക്കാൻ. പക്ഷേ എനിക്ക് വേണ്ടിയാണ് അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയും. അനേകരുടെ എൻ്റെ നാക്കവിടെ എൻ്റെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടും. രണ്ട് ദുഷ്ടന്മാരുടെ നടുക്ക് യേശു ക്രൂശിക്കപ്പെടുമെന്ന് അന്ന് പറഞ്ഞിട്ട് അത് സംഭവിച്ചതാണ് ക്രൂശ് മരണത്തിൽ നമ്മൾ കാണുന്നത്. യേശുവിനെ ക്രൂശിക്കുന്നതിന് മുമ്പ് യേശു തന്നെ പറയുന്നുണ്ട്, എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ശിഷ്യൻ തന്നെ എനിക്കെതിരായിട്ട് ഒറ്റുകൊടുക്കുന്നു. ഇല്ലേ, യൂദാ ചെയ്തില്ലേ? യൂദാൻ്റെ ആരാണെന്ന് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ എൻ്റെ കൂടെ താലത്തിൽ അപ്പം മുക്കുന്നവൻ തന്നെ എന്ന് പറഞ്ഞിട്ടും മറ്റുള്ളവർക്ക് മനസ്സിലായില്ല. പക്ഷേ യൂദയ്ക്ക് മനസ്സിലായി. യൂദ ഒന്നേരെ തന്നെ പിശാച് ബാധിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് യേശുവിനെ വിറ്റ് കൊടുക്കുക. ഇത് കൂടെ നിൽക്കുന്നവർ തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ ഉപദ്രവികളായിട്ട് മാറുന്നത്. വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള, നമുക്ക് മനസ്സിലാക്കാൻ വയ്യാത്ത ഒരു സത്യം. കർത്താവിൻ്റെ കൂടെ നിന്നിട്ട് ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ ശിഷ്യന്മാർ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നില്ല. കാരണം ഒരു ജഡീക ശക്തിയിൽ അന്നേരം 3.5 വർഷം ക്രിസ്തുവിൻ്റെ കൂടെ നിന്നിട്ടും യേശു ആരാന്ന് വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. കാരണം അവരുടെ കണ്ണുകൾ അടഞ്ഞിരുന്നു, ചെവികൾ അടഞ്ഞിരുന്നു, അവരുടെ ബുദ്ധി മന്ദിച്ചിരുന്നു. അത് എൻ്റെ ജനതയെപ്പോലെ ബുദ്ധിയില്ലാത്തവരാരെ എന്ന് ചോദിക്കുന്നു. ഞാൻ ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ് എല്ലായിടത്തും ഉണ്ടെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷമാണ് ഞാൻ എടുക്കുന്നത്. 22, 23 ഒക്കെ ആകുമ്പം കർത്താവിൻ്റെ ക്രൂസിഫിക്ഷൻ്റെയൊക്കെ ഭാഗമാണ്. കർത്താവ് ഒലിവ് മരയിൽ പോയിരുന്നു പ്രാർത്ഥിക്കുന്നതും, പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ തൻ്റെ വേർപ്പ് തുള്ളി രക്തമായിട്ട് വീഴുന്നതും, പിതാവിനോട് പറയുന്നു കഴിയുമെങ്കിൽ ഇതെടുത്ത് മാറ്റണമേ എന്ന് ചോദിക്കുന്നു. പക്ഷെ പിതാവ് അറിയുന്നു, അനങ്ങുന്നില്ല. അപ്പം പിന്നെ അവസാനം യേശു സമ്മതിക്കുകയാണ്, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തു കഴിയുമ്പോഴാണ് യൂദ ആളുകളെ വിളിച്ച്, പട്ടാളക്കാരെ വിളിച്ചുകൊണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ എത്രയോ ഒരു കൂട്ടമാണ് വരുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം പുത്രനായ യേശുവിനെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി ദൈവം തമ്പുരാൻ നിയോഗിച്ചത് കൊണ്ട് മാത്രമാണ് അത് സാധിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. എന്നാൽ സർപ്രൈസിംഗ്ലി യേശുവിനെ കോടതികളിൽ കയറ്റിയാണ്. ഇന്നും നമുക്ക് കോർട്ടുകൾ മുമ്പിലുണ്ട്. കോടതികളിൽ കയറ്റിയിട്ട് 5 കോടതിയിൽ യേശുവിനെ കയറ്റുന്നതായിട്ട് നമുക്ക് കാണാം. അത് ഓരോ ഭാഗത്ത് നോക്കുമ്പോഴും യേശുവിനെ ഓരോ കോടതിയിലും ഇവൻ മരണയോഗ്യനല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതാണ് എനിക്ക് ഏറ്റവും ശക്തമായിട്ട് എന്നെ ടച്ച് ചെയ്യുന്നത്. മരണകരമായ ഒരു പാപവും ചെയ്യാത്ത ഒരു വ്യക്തിയെ 5 കോടതി തീരുമാനിച്ചിട്ട് ഒരു കുറ്റവും കാണുന്നില്ല എങ്കിൽ എങ്ങനെ ഇവനെ മരണത്തിന് വിധിച്ചു, ക്രൂശ് മരണത്തിന് വിധിച്ചു? അപ്പോൾ നീതിന്യായ കോടതി എന്ന് പറയുന്ന ഒരു കാര്യം ഭൂമിയിലില്ല. അല്ലെങ്കിൽ ഇവിടെ വ്യത്യാസം വന്നേനല്ലോ. അപ്പോൾ എവിടേക്കാണ് നോക്കിയാൽ നമുക്ക് അതിൻ്റെ എക്സാമ്പിളായിട്ട് നോക്കുമ്പോൾ ഹന്നാവിൻ്റെ അടുക്കലാണ്. നമ്മൾ പറയുന്ന നേരം വെളുത്തപ്പോൾ ജനത്തിൻ്റെ മൂപ്പന്മാരായ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാരും വന്നുകൂടി അവനെ ന്യായാധിപൻ സംഘത്തിൽ വരുത്തി. നീ ക്രിസ്തുവാണോ എന്ന് ചോദിക്കും. അതിന് മുമ്പിലായിട്ട് 54 പേർ അവർ പിന്നെ പിടിച്ച് മഹാപുരോഹിതൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പത്രോസ് അകലെ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പം ആദ്യമേ ഹന്നാവിൻ്റെ അടുക്കൽ കൊണ്ടുപോകുന്നു. അത് കയ്യാപ്പാവ് എന്ന് പറഞ്ഞ മഹാപുരോഹിതൻ്റെ അമ്മായിപ്പനാണ്. യോഹന്നാൻ്റെ സുവിശേഷം 18:13 പറയുന്നത്. ഹന്നാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, പിന്നെ കയ്യപ്പാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട്, കാരണം ഇവർക്ക് യേശുവിനെ മരണത്തിന് വിധിക്കാൻ അവർക്ക് അധികാരമില്ല. അതുകൊണ്ട് അവർ പീലാത്തോസിൻ്റെ അടുക്കൽ, റോമാ സാമ്രാജ്യത്തിൻ്റെ ഭരിക്കുന്നവനായ പീലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുപോകുന്നതായിട്ട് നമ്മളെ ലൂക്കോസിൻ്റെ സുവിശേഷം 23:1 അനന്തരം അവർ എല്ലാവരും കൂടെ കൂട്ടമേ എഴുന്നേറ്റ് അവനെ പീലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. അവൻ ഞങ്ങളുടെ ജാതിയെ മറിച്ചു കളയുന്നു, താൻ ക്രിസ്തു എന്ന രാജാവെന്ന് പറഞ്ഞുകൊണ്ട് കൈസർക്ക് കരം കൊടുക്കുന്നത് വിരോധിക്കുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞു. കുറ്റം. പീലാത്തോസ് അവനോട്, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചു. ഞാൻ ആകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അത് പീലാത്തോസ് നോക്കിക്കഴിഞ്ഞിട്ട് പീലാത്തോസ് പറഞ്ഞു, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കണ്ടുപിടിക്കുന്നില്ല, ഞാൻ ഈ മനുഷ്യനിൽ കുറ്റമൊന്നും കാണുന്നില്ല.
അവനൊരു ഗലീലക്കാരൻ അനുഭവം. പീലാത്തോസ് ഉണ്ട് ഹേരോദാസിൻ്റെ അടുക്ക്. ഹേരോദാവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരാളെ കാണുന്നത്. ഹേരോദാവിൻ്റെ അടുക്ക് ചെന്നിട്ടും അവിടെ ഒരു കുറ്റവും കണ്ടില്ല. കാരണം ഹേരോദാവ് നിസ്സഹായനായിട്ട് തൻ്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞ പീലാത്തോസിൻ്റെ അടുക്ക് തിരിച്ചു വിടുന്നു. അപ്പോൾ 5 കോടതികളിൽ യേശുവിനെ കയറ്റുകയാണ്. യേശുവിനെ ഓരോ പ്രാവശ്യം കയറ്റുമ്പോഴും മരണയോഗ്യമായിട്ടുള്ള ഒന്നും കാണാഞ്ഞിട്ടും മരണത്തിന് വിധിക്കുന്ന കോടതികൾ. നമ്മൾ ചിന്തിച്ച് നോക്കണം. ഈ ലോകം ഭരിക്കുന്നത് പിശാചിൻ്റെ തന്ത്രം തന്നെയാണ്. നമുക്ക് നീതി കിട്ടാൻ ഈ ലോകത്തിൽ കിട്ടുമെന്ന് ആരും വിചാരിക്കേണ്ട. ശാശ്വതമായ നീതി കിട്ടണമെങ്കിൽ സ്വർഗലോകത്തിൽ നിന്ന് എഴുന്നള്ളി വന്ന യേശുവിൻ്റെ അടുക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 9 പറയുന്നത്, അവൻ എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തി തന്നിരിക്കുന്നു. അവൻ ന്യായാസനത്തിൽ ഇരിക്കുകയാണ്. സത്യത്തിൻ്റെ ന്യായം ചെയ്യുന്ന ഒരാളേ ഉള്ളൂ, അത് യേശു മാത്രമാണ്. ആ യേശു ക്രൂശിന്മേൽ കയറിയത് എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മളെ നഷ്ടപ്പെട്ടതായ ദൈവീകമായ ആ ബന്ധം, പിതാവും മക്കളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരാൻ വേണ്ടി തന്നെയാണ് യേശു ക്രിസ്തു കടന്നു വന്നത്. പറുദീസയുടെ ആ ജീവിതം നഷ്ടപ്പെട്ടു. പറുദീസയിൽ എല്ലാ സുഖങ്ങളും ദൈവവുമായിട്ടുള്ള കണക്ഷനും തന്നിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചതെന്ന് ഓർക്കണം. നമ്മളതെല്ലാം മറന്നിട്ട് ദൈവത്തിൽ നിന്ന് അകന്നതുകൊണ്ട്, പിതാവിൻ്റെ ദുഃഖം അറിഞ്ഞുകൊണ്ട് പുത്രൻ ഇറങ്ങി വന്നിട്ട് പുത്രൻ തമ്പുരാൻ തന്നെത്താനെ യാഗവസ്തുവായിട്ട് മാറുകയാണ്. തന്നെത്താനെ യാഗവസ്തുവായിട്ട് മാറിയതിനാൽ കർത്താവിൻ്റെ വിശ്വസ്തത നമ്മുടെ ഫോളോ ചെയ്യാണ്. യേശുവിൻ്റെ രക്തത്തിൻ്റെ വില എന്താണെന്ന് ചോദിച്ചാൽ, ഒരു രക്ത ഉടമ്പടിയാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. അതായത്, ഞാൻ നിന്നെ ഒരു നാളും വിട്ടേച്ചു പോകത്തില്ലെന്ന് മാറ്റൊലിക്കൊള്ളുന്ന ശബ്ദം എൻ്റെ ഹൃദയത്തിൽ നിന്ന് തടിക്കണം. എന്നെ വിട്ടേച്ച്, അതായത് ഇന്ന് നമ്മൾ ക്രൂശ് മരണ യേശു നമുക്ക് വേണ്ടി ഏറ്റെടുത്തു എന്ന് നമ്മൾ പറയുമ്പം, ഈ ഒരു ദിവസത്തെ ക്രൂശ് മരണം നമ്മളെ ചിന്തിക്കേണ്ടത്, ദൈവമേ, ഞാനാകുന്ന വ്യക്തിയാണ് ക്രൂശെ കയറിയിരിക്കുന്നത്. ഞാൻ അവിടെ കിടക്കേണ്ട വ്യക്തിയാണ്, എൻ്റെ മക്കൾ അവിടെ കിടക്കേണ്ട വ്യക്തിയാണ്. അവർക്ക് വേണ്ടിയാണ് യേശു ക്രൂശിൽ കയറിയെന്നുള്ള വ്യക്തമായ ബോധത്തോടുകൂടി നമ്മൾ കാണുന്നു എങ്കിൽ ഈ ക്രൂശ് മരണത്തിന് പ്രയോജനമുണ്ട്. അതല്ല നമുക്കത് പ്രയോജനമായി മാറുന്നില്ല. അതുകൊണ്ട് the reign of God has to become real on earth. അതായത് യേശു വന്ന ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ, നിൻ്റെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമെന്ന്. സ്വർഗത്തിൽ പിതാവും മക്കളുമായിട്ടുള്ള ബന്ധം എന്തുവാ? ആ വിശുദ്ധ സ്നേഹത്തിന് ആരും നമുക്കറിയാമോ? എന്താണ് വിശുദ്ധ സ്നേഹമെന്ന് നമുക്കറിയാൻ സാധിക്കുന്നുണ്ടോ? എന്താണ് കർത്താവിൻ്റെ, അതായത് ദൈവവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള യോജിച്ചുള്ള ആ ജീവിതമാണ് സ്നേഹം. ആ വിശുദ്ധ സ്നേഹം എന്തെന്ന് പോലും അറിയാൻ വയ്യാത്ത നമ്മൾ, യേശു നമ്മുടെ മുമ്പിൽ വന്നിട്ട് സ്നേഹമാണെന്ന് മനസ്സിലാക്കുന്നില്ല. അതാണ് സ്നേഹത്തിൻ്റെ ഒരു ഉറവിടമാണ് യേശു എന്ന്. കർത്താവ് പാനീയ യാഗമായിട്ട് നമുക്ക് തരുവാണ്. അപ്പം 2 വൃക്ഷങ്ങൾ, ഒന്ന് ജീവവൃക്ഷം, അത് ക്രിസ്തുവാണ്. നന്മതിന്മയുടെ വൃക്ഷം, അത് അറിവിൻ്റെ വൃക്ഷമാണ്. ഈ 2 വൃക്ഷത്തിൽ ഏതിലാണ് നമ്മൾ നിൽക്കുന്നത്? ഇവിടെയാണ്. എൻ്റെ പുറകിൽ നിൽക്കുന്ന ജീവവൃക്ഷമാണോ അതോ നന്മതിന്മയുടെ, എനിക്ക് പേരും പ്രശംസയ്ക്കും വേണ്ടിയാണോ നമ്മൾ യേശുവിൻ്റെ പുറകെ പോകുന്നത്, അതോ യേശുവിനെ വ്യക്തിപരമായിട്ട് അറിയാനാണോ? 50 നോയമ്പെടുക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും നേടണമെന്നും പറഞ്ഞ് യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലും. അവനിതെല്ലാം നേരത്തെ നേടിത്തന്നാ, പക്ഷെ നമുക്ക് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് എടുക്കാൻ ഒക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ കർത്താവിൻ്റെ മുമ്പിൽ ഈ കർത്താവിനെ എനിക്ക് അറിയണം, ഇവനെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയണം. ക്രൂശ് മരണത്തിലേക്ക് കയറുന്ന യേശു ക്രൂശ് പിടിച്ചുകൊണ്ട് പോകുമ്പോഴേ കർത്താവിന് സഹായിയായിട്ട് ആരും തന്നെ ശിഷ്യന്മാർ നിന്നില്ല. പത്രോസ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. ബാക്കി ശിഷ്യന്മാർ പേടിച്ച് ഓടിപ്പോയി. കൂടെ നിന്നത് ആകെക്കൂടെ ലാസ്റ്റ് വരെ നിന്നത് കന്യാമറിയവും യോഹന്നാനും. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ലാസ്റ്റ് മിനിറ്റിൽ സ്നേഹത്തിൻ്റെ, അതായത് എൻ്റെ നെഞ്ചോട് ചേർന്നിരുന്ന യോഹന്നാനെ കണ്ടിട്ട് യോഹന്നാനെയാണ് തൻ്റെ അമ്മയെ ഏൽപ്പിക്കുന്നതെന്ന് ഓർക്കണം. ജീവനുള്ള ദൈവം നമുക്ക് വേണ്ടി മരിക്കുമ്പോഴും നമ്മളെക്കുറിച്ച് കരുതുന്ന ഒരു ദൈവം നമുക്കുണ്ട് എങ്കിൽ നമ്മൾ അവിടെ ഇവിടെ ഓടി നടക്കണം. സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി യാഗമായിട്ട് തന്ന പിതാവ്, അത് നമ്മൾ എന്ത് ചോദിച്ചാലും അവൻ തരികയില്ലേ?
ക്രൂശുമരണം എന്ന് പറയുന്ന ഈ ലോകത്തിൽ ഏറ്റവും ഭയാനകമായ ഒരു മരണമാണ്. അത് ഓരോ തുള്ളി രക്തം പോകുമ്പോഴും ശ്വാസം എടുക്കാൻ വയ്യാത്തപ്പോഴും അവൻ നമ്മളെ കണ്ടുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ 17-ാം അധ്യായത്തിൽ പറയുന്നത്, എന്നെ മഹത്വീകരിക്കണമേ എന്ന് യേശു ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. കർത്താവേ പിതാവേ എന്നെ മഹത്വീകരിക്കണമേ. എന്താണ് മഹത്വീകരിക്കുന്നത്? ദൈവം ഭൂമിയിൽ തൻ്റെ പുത്രൻ വരുന്നതിന് മുൻപുള്ള ആ വലിയ സ്ഥിതി, ആ സ്റ്റേജ് ഭൂമിയിൽ കാണിച്ചു കൊടുക്കണേ. പക്ഷേ കയറിപ്പോയത് അങ്ങോട്ടാണ്, ക്രൂശയിലോട്ട്. കാരണം എൻ്റെയും നിങ്ങളുടെയും ജഡം, എന്നിലുള്ള പാപ സ്വഭാവം മാറ്റാതെ ഒരു ഗ്ലോറിഫിക്കേഷനും നടക്കത്തില്ല, ഒരു തേജസ്കരണവും നടക്കയില്ല. ദൈവത്തിൻ്റെ മഹത്വീകരണവും തേജസ്കരണവും നടക്കണമെങ്കിൽ കുഞ്ഞാട് ക്രൂശിൽ കയറിയേ പറ്റത്തുള്ളായിരുന്നു. എനിക്ക് വേണ്ടിയാണ് അവിടെ കിടക്കുന്നത്. അപ്പച്ചൻ്റെ നെറ്റിയിൽ തരി കൂടെ രക്തം ഒഴുകുന്നതായിട്ട് നമ്മൾ കാണണം. അവൻ്റെ ഓരോ തുള്ളി രക്തം താഴെ വീഴുമ്പോഴും എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയാണ് അത് ചൊരിഞ്ഞിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ പിക്ചറിനകത്ത് കാണുന്നുണ്ട്, ദ ചോസണിനകത്ത്, ദ പാഷൻ ഓഫ് ക്രൈസ്റ്റിന്. അവൻ്റെ രക്തം വീഴുന്നിടത്ത് സ്ത്രീകൾ തുണി കൊണ്ട് ഒപ്പിയെടുക്കും. കാരണം അതിന് ജീവനുണ്ട്. ആ രക്തം ജീവനാണ്. ആ രക്ത ഉടമ്പടി പൂർത്തിയാക്കിയത് എപ്പോഴാണ്? ക്രൂശിൽ കിടന്ന്. അതുകൊണ്ടാണ് യേശു വിളിച്ചു പറയുന്നത്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. എൻ്റെ ജോലി ജീവിതത്തിൽ പൂർണ്ണമായിട്ട് ഒരു ജോലി ഏറ്റെടുത്തിട്ട് തീർത്തെടുത്ത ഒരേ ഒരു വ്യക്തി യേശു ക്രിസ്തുവാണ്. മോശ ചെയ്ത ജോലി തീർത്തില്ല, മോശയ്ക്കൊരു യോശുവ വേണമായിരുന്നു, ഇല്ലേ? ഏലിയാവ് ചെയ്ത ജോലി തീർത്തില്ല, ഏലിയാവിനൊരു ഏലീശ വേണമായിരുന്നു. ദാവീദ് ചെയ്ത് തീർത്തില്ല, ദാവീദിനൊരു സലോമോൻ ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ട് ഏറ്റെടുത്ത ജോലി പൂർത്തീകരിച്ചിട്ട് യേശു ക്രൂശിൽ കിടന്ന് പറയുകയാണ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. പൂർത്തീകരിച്ച ഒരു കാര്യത്തിലേക്ക്, അതായത് നമുക്ക് വേണ്ടി ഒരു പൂർണ്ണത ചെയ്ത് പൂർത്തീകരിച്ച ഒരു യാഗം കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി എന്ത് യാഗം കൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുന്നത്? ഒന്ന് മാത്രം, ഹൃദയം തുറന്ന് അവനെ നമ്മുടെ നെഞ്ചിനകത്തോട്ട് സ്വീകരിക്കുക. മാറി നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ ഈ രക്തമെടുത്ത് പുരട്ടി കൊടുക്കുക. വസ്ത്രമില്ലാതെ നടക്കുന്നിടത്ത് ഈ കർത്താവിൻ്റെ രക്തം വീണത് നമ്മുടെ കയ്യിലിരിക്കുന്ന തുണി കൊണ്ട് ഒപ്പിയെടുത്തിട്ട് അവരെ കൊണ്ട് പുതപ്പിക്കുക. നമ്മുടെ ഭവനത്തിനകത്ത് കർത്താവിൻ്റെ രക്തം വീഴുന്നതായിട്ട് കാണുക. അവൻ്റെ രക്തം ഒരു തുള്ളി പോലും നഷ്ടപ്പെടാതെ നമുക്ക് വേണ്ടി തന്നാണെന്ന് മനസ്സിലാക്കി അത് ഏറ്റെടുക്കുക. അതാണ് എനിക്ക് പ്രയോജനം എൻ്റെ കർത്താവിൻ്റെ ക്രൂശ് മരണം കൊണ്ട്. ഈ സ്നേഹിക്കുന്ന ദൈവം നമ്മുടെ കൂടെ നിന്ന് നമ്മളോട് സംസാരിക്കുക. 7 മൊഴികൾ ക്രൂശിന്മേൽ കിടന്ന് പറഞ്ഞത് കർത്താവിൻ്റെ വിലപ്പെട്ടതാണ്. അത് അടുത്ത ദിവസം പറയാൻ കാരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ വാക്യങ്ങളും ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 22, 23, അതുപോലെ തന്നെ 23, 24 ക്രൂശ് മരണത്തിൻ്റെത്. അത് ഈ ഒരു ദിവസങ്ങളിൽ എടുത്ത് വായിക്കുന്നത് നല്ലതാണ്. കാരണം കർത്താവ് ചെയ്തത് വ്യക്തമായിട്ടും വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ നമ്മുടേതാക്കണമെങ്കിൽ പലവട്ടം, ഇത് വചനം വിത്താണ്, ഈ വിത്ത് പല പ്രാവശ്യം ഇടണം, ഹൃദയത്തിനകത്ത് ഇട്ടിട്ട് അത് പൂർണ്ണമായിട്ടും ജീവവൃക്ഷമായിട്ട് കിളിർക്കണം. 2 കാര്യങ്ങളാണ് ഇവിടെ പ്രധാനം. ഒന്ന്, ഒരു ജീവവൃക്ഷമുണ്ട്, നന്മതിന്മയുടെ വൃക്ഷമുണ്ട്. ജീവവൃക്ഷം ക്രിസ്തുവാണ്, നന്മതിന്മയുടെ വൃക്ഷം നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന എൻ്റെ കഴിവിനകത്ത് ആശ്രയിക്കുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൽ നമ്മളൊരു തീരുമാനമെടുക്കണം. ഞാൻ ഈ ജീവവൃക്ഷത്തിൻ്റെ തണലിൽ വന്ന് നിൽക്കുന്നു, മറ്റേ വൃക്ഷം വേരോട് പറിച്ചെടുത്ത് കളയണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സുബോധം തിരിച്ചു കിട്ടുന്ന ദിവസമാക്കിയെന്ന് മാറ്റും. കർത്താവ് പറയുന്നത്, ഞാൻ എൻ്റെ ജനതയെ വീണ്ടെടുക്കാൻ വന്നു. അവൻ വീണ്ടെടുത്തു. പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും ശാപത്തിൽ നിന്നും നമ്മളെ വീണ്ടെടുത്തൊരു ദൈവം മുമ്പിൽ വന്ന് കുഞ്ഞാടായിട്ട് നിൽക്കുകയാണ്. ചെയ്യേണ്ട ജോലി പൂർത്തീകരിച്ചു പോയ ഇത്ര വിശ്വസ്തത, ആ വിശ്വസ്തത നമുക്ക് ഏറ്റെടുക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രൂശ് മരണമെന്ന് പറയുമ്പം കർത്താവെ ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ പാടാണ്. ക്രൂശ് മരിച്ചു കർത്താവ് ക്രൂശിൽ കയറി എന്നൊക്കെ നമുക്കറിയാം. 5 കോടതിയിൽ യേശുവിനെ കയറ്റിയിട്ട് 5 കോടതിയിലും വലുതായിട്ടൊന്നും ചെയ്യാൻ മനുഷ്യന് സാധിക്കാത്തടത്ത് ഒരു മരണകരമായ പാപങ്ങളൊന്നും കാണാഞ്ഞിട്ട് അവർ ദൈവത്തിൻ്റെ പരിശുദ്ധനായ പുത്രനെ ക്രൂശിൽ കയറ്റ് എന്ന് വിളിച്ചു പറയുന്ന ഒരു ജനതയാണ് ദൈവമക്കളെന്നോർക്കും. അവ ഞങ്ങളെ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. അന്ന് ഞങ്ങളുണ്ടായിരുന്നെങ്കിൽ ഏത് കൂട്ടത്തിലായിരുന്നു ഞങ്ങൾക്ക് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ നീ ഞങ്ങളെ ഉലകസ്ഥാപനത്തിനു മുൻപേ നിൻ്റെ മക്കളാക്കി തിരഞ്ഞെടുത്തതിനാൽ നന്ദി പറഞ്ഞു. നീ ഉന്നത പദവി, അതായത് രക്ഷിക്കപ്പെട്ട ജനതയുടെ കൂട്ടത്തിൽ ഭൂമിയിൽ വന്ന് ജീവിച്ചിട്ട് ചെയ്യേണ്ട ജോലികൾ പൂർത്തീകരിച്ച് തിരിച്ചു വരാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം.
അപ്പച്ചൻ എടുത്ത ജോലി, അതായത് ക്രൂശുമരണം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി യാഗവസ്തുവായി തീർന്ന് ഞങ്ങളുടെ അകൃത്യങ്ങളെയും പാപങ്ങളെയും ഏറ്റെടുത്തിട്ട് ഞങ്ങളുടെ കടച്ചീട്ട് വലിച്ചു കീറിക്കളഞ്ഞ് പുതിയ സൃഷ്ടിയാക്കി മാറ്റിയ സ്നേഹത്തിന് നന്ദിയോടെ സ്തോത്രം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതു സൃഷ്ടിയാകുന്നത് ഈ യാഗം കൊണ്ടാണ് കർത്താവേ. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. തൻ്റെ രക്തം ഒരു തുള്ളി പോലും വെക്കാൻ ഞങ്ങൾക്ക് വേണ്ടി തന്നെങ്കിൽ ഇന്നും ആ രക്തം സംസാരിക്കുകയാണ്. അവിടുത്തെ ജഡീകമായ വേദനയെക്കുറിച്ച് വേദപുസ്തകത്തിൽ അധികം എഴുതിയിട്ടില്ല. ഏറ്റവും വലിയ വേദന പിതാവിൽ നിന്ന് മാറി പുത്രൻ പാപം ഏറ്റെടുത്തതാണ്. അത് ആത്മാവിൻ്റെ വേദനയാണ്. ഇന്നും അവിടുന്ന് കരയുന്നത് അതിനു വേണ്ടിയാണ് കർത്താവേ. ജഡത്തിനൊന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. പക്ഷെ ഞങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്തു പ്രയോജനം? ഒരാത്മാവിൻ്റെ വില ഈ ലോകത്തിലുള്ളതിനെക്കാട്ടി വില കൂടിയതാകിയാൽ യേശുവിൻ്റെ രക്തത്താൽ മുദ്ര ചെയ്യുന്ന പിച്ച രക്തത്താൽ ഞങ്ങൾ അനേക കുടുംബങ്ങൾക്ക് ഇന്ന് മുദ്രയിട്ട് കൊടുക്കുക. നാഥൻ, ഞങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തി മാനിച്ചിട്ട് തലമുറകളുടെ മേൽ നിൻ്റെ ശാശ്വതമായ രക്തം ഒഴുക്കിക്കഴിഞ്ഞിരിക്കുന്നതിനാൽ വീണ്ടെടുക്കപ്പെട്ട ജനമെന്നുള്ള സുബോധം അവർക്ക് തിരിച്ചു കൊടുത്ത് തിരിച്ചറിവിൻ്റെ ആത്മാവിന് നിട്ടുകൊടുത്തതിന് സ്തോത്രം. സകലതും പൂർത്തിയാക്കി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ശബ്ദത്തിന് ഈ ലോകം മുഴുവനും മനസ്സിലാക്കാൻ വയ്യാത്ത സത്യങ്ങളുണ്ട് കർത്താവേ. നീ ഞങ്ങളെ മനസ്സിലാക്കിച്ച് വഴി നടത്തിക്കാട്ടെ, നേർവഴിക്ക് നടത്തിക്കാട്ടെ. ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ് എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ശബ്ദം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവൻ. ആ ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങളിലേക്ക് പകർന്നു തരുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.